അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. പടപട. ഫ്രണ്ട്സ്, ഞാൻ റംസി നജീം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇക്കാടെ സഹോദരിയുടെ വീട്ടിലാണ്. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഖുബൂസും ചിക്കനുമാണ്. ചിക്കൻ തന്തൂറുമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. നല്ല രസം. കുഞ്ഞുങ്ങളും റിലേറ്റീവ്സും എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് എന്നോടൊപ്പം നിങ്ങളും കാണില്ലേ കഴിക്കാൻ. അപ്പോൾ ഫോളോ മീ. ഞങ്ങൾ ഖുബൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഖുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദാമാവ് ഇടുവാണ്. മൈദാമാവ് എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ ഈസ്റ്റും നമ്മൾ ചേർക്കും. ഈസ്റ്റ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടു. ഈസ്റ്റ് നേരത്തെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെ അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിനെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ. ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ചെറിയ ചൂടുവെള്ളം ചേർത്താണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവമായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഖുബൂസ് ചുട്ടെടുക്കാൻ പറ്റും. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊണ്ട് നമ്മളതിൻ്റെ മുകളിൽ നന്നായിട്ട് പുരട്ടി എല്ലാ സൈഡിലും ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചങ്ങ് വെക്കണം. 2 മണിക്കൂർ നേരത്തേക്ക് വെച്ചിരിക്കും കേട്ടോ. എന്നാലും നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഇനി നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിനെ എടുത്ത് ചുട്ടെടുക്കും ചൂടോടുകൂടി. അപ്പം നമ്മുടെ ഖുബൂസിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കൈ താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം 2-3 hours ആയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഇത് പരത്തി ചുട്ടെടുക്കണം. നമ്മൾ ഖുബൂസ് പരത്താൻ പോകും കേട്ടോ. നേരത്തെ നല്ല സോഫ്റ്റായിട്ടിരുന്ന മാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ബോൾസ് ആക്കി എടുക്കാൻ പോവാം. കണ്ടോ, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന പോലത്തെ ബോൾസ് ആക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മുടെ മൈദാ മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് വെച്ചു ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് പരന്നു വരണ്ട, ചെറിയ ഒരു ഇതിൽ പരന്നു വന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തു കേട്ടോ. ഇത്ര പരത്തിയാൽ മതി. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. അപ്പോൾ ഇനി നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ അകമൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. പടപട. നമ്മൾ കനൽ കത്തിക്കാൻ നോക്കിയപ്പം തണുപ്പ് കൊണ്ടാണോ എന്തോ കത്തുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്ത ബുദ്ധി പ്രയോഗിച്ചു. ഫാൻ ഇട്ട് കൊടുക്കുവാണ് കനൽ കത്തിക്കാൻ. കുട്ടീസുകളെല്ലാവരും ഉണ്ട്. എല്ലാവരും കാഴ്ച കാണാതിരിക്കും കേട്ടോ. എന്താ ഒരു ഹായ് കാണിച്ചേ.
നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുക കേട്ടോ. ചിക്കൻ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, തൈര്, നാരങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലാണ്ടായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 3-4 മണിക്കൂറായി നമ്മളിത് ശരിയാക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ തന്തൂർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കാണില്ലേ കഴിക്കാൻ എല്ലാവരും കൂടെ? അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, വീട് നിറച്ചു ആളാണ് കേട്ടോ. എല്ലാവരും കൂടെയാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം കൂടണം. അപ്പോൾ ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ, അപ്പം നമുക്ക് പറക്കി വയ്ക്കാം. വണ്ടി നേരത്തെ ഇങ്ങോട്ടില്ലേ? 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 അത് തീർന്ന് ഇത് അപ്പോൾ ഞങ്ങളുടെ ചിക്കനും കുബൂസും മയോണൈസും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അതായത് നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്.
ഇതാ ഞങ്ങളെല്ലാവരും ഇനി ഇത് അറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പറയും. അപ്പം എല്ലാവരും എന്നോടൊപ്പം കഴിക്കൂലേ? അപ്പോൾ ഓക്കെ, എല്ലാവരും ഒരു പ്ലേറ്റ് കൊടുത്തിരിക്കണേ. എന്താ പിടിച്ചോക്കെ വിടല്ലേ കേട്ടാ. എല്ലാവരും ഓരോ പ്ലേറ്റ് എടുത്തോണ്ടേ. ഏതാ ഓരോ പീസും കുബൂസും കൂടെ ഞാൻ വെക്കുവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഓക്കെ, പോയാ ശരി ശരി.